അസ്സലാമു അലൈക്കും. മാഹിർ വീട്ടിലെത്തിയപ്പോൾ നേരം ഉച്ചയായിരുന്നു. അവൻ എവിടെ പോയി എന്ന ചിന്ത മനസ്സിനെ അലട്ടുമ്പോഴും അവനെ വിളിച്ച് അന്വേഷിക്കാൻ സുറുമി മുതിർന്നില്ല. ഇന്നലെ റാഫിയിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ ഇപ്പോഴും വിങ്ങൽ തീർക്കുമ്പോൾ ദേഷ്യമാണോ സങ്കടമാണോ വെറുപ്പാണോ തന്നെ കീഴ്പ്പെടുത്തുന്ന വികാരമെന്നറിയുന്നില്ല അവൾക്ക്. സുറുമി! മാഹിർ അവളുടെ പേര് വിളിച്ചുകൊണ്ടാണ് റൂമിലേക്ക് വന്നത്. എന്താ? പെട്ടെന്ന് അവൻ നേരെ തിരിഞ്ഞു ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദത്തിന് ഇതുവരെ ഇല്ലാത്തൊരു കനം വന്നതുപോലെ. മാഹിറിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അവളുടെ മുഖത്ത് തന്നെ നോക്കി. ഇതെന്താണോ ഇങ്ങനെ? എനിക്ക് എൻ്റെ ഭാര്യയെ ഒന്ന് വിളിക്കാനും പാടില്ലേ? മാഹിർ ഷർട്ടിൻ്റെ ബട്ടൺസ് അയച്ചുകൊണ്ട് ചോദിച്ചു. സുറുമി ഒന്നും മിണ്ടാതെ മുഷിഞ്ഞ ബെഡ്ഷീറ്റ് അലക്കിയിടാൻ വേണ്ടി വലിച്ചെടുത്തു. പുതിയതൊരെണ്ണം എടുത്ത് മാറ്റി വിരിച്ചു. മാഹിർ ഫാൻ ഓൺ ചെയ്ത് അവൾ ചെയ്യുന്നതോരോന്നും നോക്കിയിരുന്നു. ആരോടുള്ള ദേഷ്യം തീർക്കും പോലെയാണ് അവൾ ഓരോന്നും ചെയ്യുന്നത്. തന്നെ കാണുമ്പോഴേക്കും കൊഞ്ചിക്കൊണ്ട് വരുന്നവളാണ്. താനെന്നൊരാൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പോലും ഗൗനിക്കാതെ. അപ്പോഴേക്ക് അവൾ ചങ്കുപെട്ട് തേങ്ങുകയാണെന്ന് അവനുണ്ടോ അറിയുന്നു. സുറുമിയുടെ മുഖത്തെ വാട്ടം അവൻ കണ്ടുപിടിച്ചിരുന്നു. തന്നെ ഇത്രയും സമയം കാണാത്തതിൻ്റെ പരിഭവമായിരിക്കും അവൾക്കെന്നാണ് മാഹിർ കരുതിയത്. ഈ പെണ്ണിത് ചില സമയത്ത് കൊച്ചു കുട്ടികളെ പോലെയാണ്. ഞാൻ ആദിലിൻ്റെ കൂടെ ഒരിടം വരെ പോയതായിരുന്നു. അവൾ ചോദിച്ചില്ലെങ്കിലും മാഹിർ അങ്ങോട്ട് പറഞ്ഞു. എങ്ങോട്ടാണ് പോയതെന്നോ എന്തിനായിരുന്നോ എന്ന് അവൾ ചോദിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. സുറുമി അവൻ പറഞ്ഞതിന് മറുപടിയായി മൂളിയെന്ന് വരുത്തി. ദേഷ്യം അടക്കി പിടിച്ചൊരു മൂളൽ. കഴിക്കാൻ എടുത്തു വെക്കട്ടെ? പതിനൊരു ശബ്ദത്തിൽ ചോദിക്കുന്നവളെ കണ്ട് മാഹിറിൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. ഇവൾക്കിതെന്ത് പറ്റി? ആ മുഖത്തെ തെളിച്ചമില്ലായ്മയും ഗൗരവവും എന്തിനെന്ന് എത്ര ചിന്തിട്ടിട്ടും അവന് പിടികിട്ടുന്നില്ല. സാധാരണ പെണ്ണുങ്ങളെ പോലെ നിസ്സാര കാര്യങ്ങൾക്കൊന്നും പിണങ്ങി നടക്കാറുമൊന്നുമില്ല എൻ്റെ സുറുമി. അത്രമേൽ ഞാൻ അവളെ അവഗണിച്ചിട്ടും ഒരു വാക്കുകൊണ്ട് പോലും തന്നെ നോവിക്കാത്ത പെണ്ണാണവൾ. വേണ്ട, ഞാൻ പുറത്തു നിന്ന് കഴിച്ചിട്ടാണ് വന്നത് എന്ന് പറയുമ്പോഴും പെണ്ണിൻ്റെ ഈ മാറ്റത്തെക്കുറിച്ചാണ് മാഹിർ ചിന്തിച്ചത്. സുറുമിയാണെങ്കിലോ പിന്നെ ഒന്നും ചോദിച്ചതുമില്ല. ഇന്നലെ രാത്രി സുറുമി തലവേദനയാണെന്ന് പറഞ്ഞ കാര്യം മാഹിർ അപ്പോഴാണ് ഓർക്കുന്നത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാത്തത് കൊണ്ടാവുമോ ഈ പിണക്കം? അല്ല സുറുമി, നിന്റെ തലവേദന ഇതുവരെ മാറിയില്ലേ? അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് നെറ്റിയിലൊന്ന് തൊടാനായി കൈനീട്ടിയും സുറുമി പുറകിലേക്ക് മാറി. അതൊക്കെ മാറി, ഒഴിഞ്ഞു മാറി ഒരു പറയൽ. അവൻ അമ്പരപ്പോടെ അവളെ നോക്കുമ്പോൾ തൻ്റെ നിറയാൻ നിൽക്കുന്ന കണ്ണുകളെ അവനിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി മുഖം വെട്ടിച്ചു സുറുമി. പിന്നെന്താ നിന്റെ പ്രശ്നം? ഞാനില്ലാത്ത നേരം നോക്കി ഇവിടെയുള്ള ഭൂതങ്ങളിൽ ആരെങ്കിലും നിന്റെ മെക്കിട്ട് കയറാൻ വന്നോ? പറ സുറുമി. അത് ചോദിക്കുമ്പോൾ അവൻ്റെ സ്വരം ചെറുതായി കടുപ്പം വന്നു. തലവേദന അല്ലെങ്കിൽ പിന്നെ ആനുമയോ സിജിയോ അവളെ വല്ലതും പറഞ്ഞ് വേദനിപ്പിച്ച് കാണുമെന്നവൻ ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ അവരോട് അതിനെക്കുറിച്ച് ചോദിക്കുമെന്നൊരു ഭാവത്തിൽ അവളെ നോക്കി മാഹിർ. ഇല്ല, എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, സുറുമി മറ്റെങ്ങും നോട്ടം പായിച്ചുകൊണ്ട് പറഞ്ഞു. പൊടുന്നുടനെ മാഹിർ എഴുന്നേറ്റു. പിന്നെ എന്താണ് നിനക്ക്? ഇന്നലെ രാത്രി തുടങ്ങിയതാണല്ലോ നിന്റെ മുഖം വീർപ്പിക്കൽ. എന്താണ് നിന്റെ പ്രശ്നം? എന്താണെങ്കിലും വാ തുറന്നു പറ. അല്ലാതെ നിന്റെ ഉള്ളിലുള്ളത് ഞാൻ എങ്ങനെ അറിയാനാണ്? ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ? അവളുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കിയത് ചോദിക്കുമ്പോൾ ദേഷ്യം കൊണ്ടവൻ്റെ ശബ്ദം അറിയാതെ ഉയർന്നു പോയി. സുറുമി മുഖം ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ഇരു കണ്ണുകളിലും കണ്ണുനീർ തളം കെട്ടിയിരുന്നു. അവൾക്ക് കൂടുതൽ സങ്കടം വന്നു. ചുണ്ടുകൾ വിറകൊണ്ടു. നിങ്ങൾ എന്നോട് മിണ്ടണ്ട മാഹിക്ക. നിങ്ങൾക്ക് എന്നോട് അല്പം പോലും സ്നേഹമല്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്ഥാനം മറ്റൊരുത്തേക്ക് കൊടുക്കുമായിരുന്നു. എന്നെ മറന്ന് അവളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? അവളുടെ ഹൃദയം അവനോട് വിതുമ്പി. താൻ അറിഞ്ഞ കാര്യത്തെക്കുറിച്ച് അവൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചാലോ എന്ന് തോന്നുമ്പോൾ ചോദിക്കണ്ടെന്നും മനസ്സ് വിലക്കി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാഹിക്ക ഒരിക്കലും തന്നോട് മനസ്സ് തുറന്നത് പറയാൻ പോകുന്നില്ല. കള്ളം പറഞ്ഞ് തന്നെ ഇനിയും തോൽപ്പിച്ചു കളഞ്ഞാലോ ഈ മനുഷ്യൻ? അവരുടെ വാതിലിന് മുമ്പിൽ നിന്ന് ചെവിയോർത്ത സിജിയുടെ മുഖത്തൊരു ചിരിയുണ്ടായി. അടിപൊളി, ഇക്കാക്ക അവളോട് ഒച്ചയെടുക്കാനൊക്കെ തുടങ്ങിയല്ലോ. ഭീമമാക്ക് 2000 കൊടുത്തത് നഷ്ടമായില്ല. കാത് കൂർപ്പിച്ച് പിടിക്കുമ്പോൾ അവൾ ഇരു കൈയിലെ നഖവും കൂട്ടി തിരുമ്മിക്കൊണ്ടിരുന്നു. മാഹിർ ഇങ്ങോട്ട് കയറുന്നത് കണ്ടപ്പോൾ ഇവിടെ വന്ന് പതുങ്ങി നിന്നതാണ്. കിട്ടിയ വിവരം ചൂടോടെ അറിയിക്കാൻ സീജ ആനമ്മയുടെ മുറിയിലേക്ക് പാഞ്ഞു. ഉമ്മ,
അവർക്കിടയിൽ ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടോ. ഭീമമാൻ്റെ തകിട് പണി തുടങ്ങി എന്നാണ് തോന്നുന്നത്. സീജയ്ക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. ഈ തുള്ളിച്ചാടി എല്ലാവരും അറിയിക്കണ്ട. ഭീമമ്മ നിസ്സാരക്കാരിയാണെന്നോ ഈ കരുതിയത്? മൂപ്പത്തി കണക്ക് നോക്കി പറഞ്ഞാൽ അച്ചട്ടാ. ഈ കാറ്റിരുന്ന് കണ്ടോ, ചക്കരയും അടയും പോലെ ഒട്ടിപ്പിടിച്ചോണ്ട് നടന്നവരെ വൈകാതെ വേർപിരിയും. ഒടുവിൽ എൻ്റെ മോൻ കരഞ്ഞുകൊണ്ട് ഈ ഉമ്മാൻ്റെ കാൽച്ചോട്ടിൽ തന്നെ വരും, നീ കണ്ടോ. ആനുമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താനൊന്ന് ദേഷ്യപ്പെട്ടപ്പോഴേക്കും കണ്ണു നിറച്ചു നിൽക്കുന്ന പെണ്ണിനോട് മാഹിറിന് അലിവ് തോന്നി. സോറിട്ടോ. മാഹിറിൻ്റെ ശബ്ദം ആർദ്രമായി. സുറുമി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് മുഖം അവനിൽ നിന്ന് തിരിച്ചു കളഞ്ഞു. മാഹിറിന് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ എന്താ കഥ? ഇങ്ങനെ അവഗണിക്കാൻ മാത്രം താൻ അവളെ വേദനിപ്പിച്ചോ? അവനോർത്തു. എടീ, നീ അലക്കാൻ പോവുകയാണോ? എന്നാൽ ഇതുകൂടി അലക്കിയിട്ടേക്ക്. മാഹിർ അയച്ചു വെച്ച ഷർട്ട് അവളുടെ നേരെ നീട്ടി. അവന് മുഖം കൊടുക്കാതെയാണ് സുറുമി അത് വാങ്ങിച്ചത്. ആ മുഖത്ത് നോക്കി ദേഷ്യപ്പെട്ട് സംസാരിക്കാനൊന്നും സുറുമിക്ക് കഴിയുന്നില്ല. സ്നേഹത്തോടെ മിണ്ടാൻ അത്രയും പറ്റുന്നില്ല. ഈ മനുഷ്യൻ തൻ്റെ മുമ്പിൽ സ്നേഹം അഭിനയിക്കാണോ? ആണെങ്കിൽ തൻ്റെ ഭർത്താവ് നല്ലൊരു നടൻ തന്നെയാണ്. അവൾ പുറത്തേക്ക് പോകുന്നത് നോക്കി മാഹിർ ദീർഘമായൊന്ന് നിശ്വസിച്ചു. ഈ പെണ്ണുങ്ങളെ മനസ്സിലുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി പാട് തന്നെയാണ്. ആരോടെന്നല്ലാതെ കൈമിലർത്തി മുകളിലേക്ക് നോക്കി പറഞ്ഞവൻ പിന്നെ തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഉടലിലൂടെ തണുത്ത വെള്ളം അരിച്ചിറങ്ങുമ്പോൾ ദേഹമാകെ നീറുപുകയും പോലെ തോന്നി അവന്. ആദിലിൻ്റെ കൂടെ ലോഡ് ഇറക്കാനാണ് പോയതെന്ന് സുറുമിയോട് മനഃപൂർവ്വം പറയാത്തതാണ്. ശീലമില്ലാത്ത പണി ചെയ്തത് കൊണ്ടാവും. മേലൊട്ടയൊക്കെ വേദനയാണ്. അവളോട് പറഞ്ഞാൽ പെണ്ണ് അതിനെ വിശ്വസിക്കും. സക്കീർക്ക കട ഒഴിയും വരെ പിടിച്ചു നിൽക്കാൻ ചെറിയ പണിയെങ്കിലും അത്യാവശ്യമായതുകൊണ്ടാണ് ആദിലിൻ്റെ കൂടെ പോയത്. മണ്ണ് പറ്റിയ അവൻ്റെ ഷർട്ടിലേക്ക് നോക്കിയ സുറുമിയുടെ നെറ്റി തുളിഞ്ഞു. ആദിലിൻ്റെ കൂടെ പോയതാണെന്ന് പറഞ്ഞിട്ട് ഷർട്ടിൽ അപ്പടെ മണ്ണും പൊടിയാണല്ലോ. ഇതെങ്ങനെയാ? വേണ്ട, ഞാനൊന്നും ചോദിക്കുന്നില്ല. അല്ലെങ്കിലും എന്നോട് പറയുന്നത് പോലല്ലോ ഒന്നും. സുറുമി മുഖം കനപ്പിച്ചു. അലക്കിയ തുണികൾ ഊരിപ്പിഴിഞ്ഞ് അയയിലേക്ക് വിരിക്കുമ്പോൾ സീജയുടെ ചുമ കേൾക്കുന്നുണ്ട്. എന്താ സുറുമി? മുഖത്തൊരു സങ്കടം. ഇന്നലത്തെ യാത്രയുടെ ക്ഷീണമായിരിക്കില്ലേ? ആക്കിക്കൊണ്ടൊരു ചോദ്യവും. ഒന്നും പറയാതെ സുറുമി ബക്കറ്റിൽ ഊറിയ വെള്ളം അമർഷം തീർക്കും പോലെ മുറ്റത്തേക്ക് വീശിയൊഴിച്ചു. പോ പൂച്ചേ, നിന്നെയൊക്കെ ഉണ്ടല്ലോ. എന്നെ എടുത്ത് വെളിയിൽ കളയേണ്ട സമയം കഴിഞ്ഞു. എന്തെങ്കിലും ഇച്ചിരി കിട്ടിയാൽ മതി, മണപ്പിച്ച് വന്നോളും. നാണമില്ലാത്തൊരു നക്കിപ്പൂച്ച. അടുക്കളയിലേക്ക് കയറാൻ നിന്ന് പൂച്ചയെ കൈവീശി ആട്ടി ഓടിക്കുമ്പോൾ സുറുമിയുടെ നോട്ടം സീജയുടെ നേരെ വന്നു. അവളാ പറഞ്ഞത് ശരിക്കും പൂച്ചയോടാണോ അതോ എന്നോടാണോ? വിളറിയ ഭാവത്തോടെ സീജ ചുറ്റിൽ നോക്കി. പിന്നെ പതിയെ അകത്തേക്ക് കയറിപ്പോയി. ഒന്ന് മേല് കഴുകി വന്ന ശേഷം സുറുമിയും കുഞ്ഞും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഒരു മയക്കം പതിവുണ്ട് അവൾക്ക്. മോള് ഉപ്പാൻ്റെ കൂടെ പോയി ഉറങ്ങിക്കോട്ടോ. സുറുമി കുഞ്ഞിനെ മാഹിറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട് അവൾ ഫോണും കയ്യിൽ പിടിച്ച് അടുക്കള തിണ്ണയിലേക്ക് ഇരുന്നു. എന്തോ മനസ്സ് വല്ലാതെ മടുത്തു പോകുന്നുണ്ട് അവൾക്ക്. തൻ്റെ പ്രിയപ്പെട്ടവൻ തന്നെ മറന്ന് മറ്റൊരുത്തിയുടെ കൂടെയായിരുന്നുവെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വേദന തോന്നുന്നുണ്ട്. സുറുമി ഫോണെടുത്ത് തുമ്പിയെ വിളിച്ചു. അവളോട് കുറച്ചു നേരം മിണ്ടിയാലെങ്കിലും വേദന അല്പം കുറഞ്ഞാലോ. ഹാല മുറിയിലേക്ക് ചെല്ലുമ്പോൾ മാഹിർ ഫോണിൽ നോക്കി ബെഡിൽ മലർന്നു കിടക്കുന്നുണ്ട്. കുഞ്ഞിന് പുറകെ സുറുമിയും ഉണ്ടാവുമെന്ന് കരുതി മാഹിറിൻ്റെ കണ്ണുകൾ അവിടെ തിരിഞ്ഞു. ഉമ്മ ഇവിടെ മോളെ? ഉമ്മ വന്നില്ല. മോളോട് ഉപ്പാൻ്റെ കൂടെ കിടന്നുറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അതും പറഞ്ഞ് ഹാല മാഹിറിൻ്റെ അരികിൽ കയറി കിടന്നു. എന്നാലേ ഉപ്പാൻ്റെ മോള് വേഗം ഉറങ്ങിക്കേ. കുഞ്ഞിനെ ഉറക്കുമ്പോഴും സുറുമിയുടെ പിണക്കം എന്തിനെന്നറിയാതെ അവൻ്റെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി. തൻ്റെ കൈത്തണ്ടയിൽ തല ചായച്ചുറങ്ങുന്ന കുഞ്ഞിൻ്റെ നെറ്റിയിൽ വാത്സല്യം നിറഞ്ഞൊരു മുത്തം കൊടുത്ത് അവളെ ബെഡിൻ്റെ അരികിലേക്ക് കിടത്തി ഒരു തലയണം അരികിൽ വെച്ച് മാഹിർ പുറത്തേക്ക് നടന്നു. അടുക്കളപ്പുറത്ത് വന്ന് നോക്കുമ്പോൾ പെണ്ണ് ആരോടെ ഫോണിൽ നല്ല വർത്താനം. മാഹിർ കൈകെട്ടി അവളുടെ പുറകിൽ വന്ന് നിന്നതൊന്നും അവൾ അറിഞ്ഞിട്ടേയില്ല. തുമ്പിയോട് എന്തോ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സുറുമി കണ്ടു തന്നെ നോക്കി നിൽക്കുന്നവനെ. സുറുമി അവനെ മൈൻഡ് ചെയ്യാതെ മുറ്റത്തേക്ക് ഇറങ്ങി അതവൻ്റെ ഉള്ളിൽ കൊണ്ടു. തുമ്പിയോട് സംസാരിക്കുന്നതിനിടയിൽ സുറുമി പലവട്ടം തിരിഞ്ഞു നോക്കി. മാഹിക്ക നേരത്തെ നിന്നെടുത്ത് തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടുവെങ്കിലും സുറുമി അവനെ ഒട്ടും മൈൻഡ് ചെയ്തില്ല. തുമ്പി വാതോരാതെ അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞ് ചിരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും സുറുമിയുടെ മനസ്സ് അതൊന്നും ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയില്ല. അവളുടെ മനം അപ്പോഴും ഉമിത്തിയിലെന്ന പോലെ വെന്ത് നീറിക്കൊണ്ടിരുന്നു. എങ്കിലും ശരി തുമ്പി, ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്നും പറഞ്ഞ് സുറുമി കോൾ അവസാനിപ്പിച്ച് മാഹിറിനെ അവഗണിച്ചുകൊണ്ട്
അകത്തേക്ക് കയറാനൊരുങ്ങിയതും അവളുടെ കൈത്തണ്ടയിൽ ഒരു പിടി വീണു. അവനെ ഒന്ന് തുറച്ചു നോക്കി കൈ വലിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ ഒരുങ്ങിയവൾ, സുറുമി നിൽക്ക്! മാഹിറിൻ്റെ മുഴക്കമുള്ള ശബ്ദം അവളെ പിടിച്ചു നിർത്തി. മാഹിർ അവളെ പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി. സുറുമി മുഖം താഴ്ത്തിയതും അവനെ അവളുടെ താടയിൽ ബലമായി പിടിച്ചുയർത്തി. സുറുമി കത്തുന്ന കണ്ണുകളോടെ അവനെ നോക്കി. അവൻ്റെ മുഖത്തപ്പോൾ എപ്പോഴും ഉണ്ടാവാറുള്ള ചിരിക്ക് പകരം ദേഷ്യം തന്നെയായിരുന്നു. പറ എന്താ നിന്റെ പ്രശ്നം? ഇന്നലെ രാത്രി തുടങ്ങിയതാണല്ലോ ഇത്. എന്നെ വട്ടാക്കാതെ ഈ പിണക്കത്തിൻ്റെ കാരണം പറയുന്നുണ്ടോ സുറുമിനെ? മാഹിർ അവളുടെ കൈത്തണ്ടയിൽ തെല്ല് ശക്തിയോടെ മുറുക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല, സുറുമിയും അതേ ദേഷ്യത്തിൽ പറഞ്ഞു. ഒരു പ്രശ്നവുമില്ലെങ്കിൽ പിന്നെ എന്തിനാടേ നീ മുഖം വീർപ്പിച്ച് നടക്കുന്നത്? ഇതുവരെ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അവനെ തട്ടിമാറ്റി പോകാൻ ആഞ്ഞവളെ മാഹിർ വിടാതെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് ഇതുവരെ സുറുമി എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? എന്നെ എപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? നിങ്ങൾ മഹർ എന്നെൻ്റെ കഴുത്തിൽ വീണോ അന്ന് തൊട്ട് സന്തോഷം എന്താണെന്ന് ഈ സുറുമി അറിഞ്ഞിട്ടില്ല. അതീവ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞവൾ. മാഹിറിൻ്റെ മുറിവുണങ്ങാത്ത തുന്നിക്കുട്ടിയ ഹൃദയം വീണ്ടും വ്രണപ്പെടുത്താൻ അവളുടെ ആ വാക്കുകൾക്ക് ശക്തിയുണ്ടായിരുന്നു. സുറുമി! അവൻ ശാസനയോടെ ദയനീയമായ സ്വരത്തിൽ അവളുടെ പേര് വിളിച്ചു. വർഷം കുറേയായി ഇതിനകത്ത് തീയും തിന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ജീവിതത്തിലെ നല്ല നാളുകളൊക്കെ ആർക്കൊക്കെയോ വേണ്ടി ഞാൻ ഈ കരിയിലും പുകയിലും കിടന്ന് ജീവിച്ചു തീർത്തു. എന്തെങ്കിലും ഒരു നല്ല നാളെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ എല്ലാം സഹിച്ചിങ്ങനെ നിന്നു പോകുന്നത്. ഇപ്പോൾ തോന്നുവാ ഒന്നും വേണ്ടായിരുന്നു. എന്തിനായിരുന്നു ഞാൻ? വെറുതെ ആർക്ക് വേണ്ടിയായിരുന്നു? അവസാന വാചകം മുഴുവനാക്കാൻ കഴിയാതെ സുറുമിയുടെ ചങ്കുപൊട്ടി. മാഹിർ വേദനയോടെ അവളെ നോക്കി. അതെങ്ങനെയാ? എൻ്റെ വീട്ടുകാർ പറഞ്ഞാൽ മതി. ചെറുക്കൻ ദുബായ്ക്കാരനാണെന്ന് കേട്ടപ്പോൾ ഒന്നും അന്വേഷിക്കാതെ ഇങ്ങ് കെട്ടിച്ചു വിടുകയല്ലായിരുന്നോ? എന്തെല്ലാം അനുഭവിച്ചു ഞാൻ. എന്നിട്ട് ഒടുക്കം എനിക്ക് കിട്ടിയതോ? സുറുമി പൊട്ടിത്തെറിച്ചുകൊണ്ട് വായിൽ വന്നതൊക്കെ പുലമ്പി. അവളെ നോക്കി നിന്ന മാഹിർ സ്തംഭിച്ചു പോയി. ഇന്ന് വരെ ഇത്രയും സങ്കടത്തെയും ദേഷ്യത്തോടെയോ സംസാരിക്കാത്തവളാണ്. ശരിയാണ്, തന്നെ വിവാഹം കഴിച്ചതുകൊണ്ട് ഒത്തിരി സങ്കടപ്പെടേണ്ടി വന്നിട്ടുണ്ട് അവൾക്ക്. അങ്ങനെയൊന്നും ഇനി ഉണ്ടാവാതെ കൈവെള്ളയിൽ വെച്ച് പൊന്നുപോലെ നോക്കിക്കോളാമെന്ന് ഞാൻ അവൾക്കും വാക്ക് കൊടുത്തതാണ്. എന്നിട്ടിപ്പോൾ ഇത്രയൊക്കെ പറയാൻ മാത്രം എന്തുണ്ടായെന്ന് മാഹിറിന് മനസ്സിലായില്ല. എന്തിനാടി മോളെ ഈ എപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇപ്പോൾ എൻ്റെ കൂടെ അല്ലേ ഞാൻ? ഇനി അതുപോലൊന്നും ഉണ്ടാവില്ലെന്ന് വാക്ക് തന്നതല്ലേ ഞാൻ? ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നവൻ്റെ തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങി. വാക്കിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത്. പാലിക്കാൻ കഴിയാത്തവരെ ഇങ്ങനെ ഓരോന്ന് പറയാൻ നിൽക്കരുത്. സുറുമി അവനെ പറഞ്ഞത് പുച്ഛിച്ച് തള്ളിയതുപോലെയെന്ന് ചിരിച്ചു. നിനക്ക് എന്താടി ഭ്രാന്തി പിടിച്ചോ? അവളെ എന്നെ പിടിച്ചിളിച്ചു കൊണ്ടുവൻ നോവോടെ ചോദിച്ചു പോയി. ഇങ്ങനെ പോയ വൈകാതെ എനിക്ക് ഭ്രാന്തി പിടിക്കും. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. ദയവ് ചെയ്ത് എൻ്റെ പുറകെ വന്നെന്നെ ശല്യം ചെയ്യരുത്. നീറുന്ന ഹൃദയത്തോടെ സുറുമി അവനെ കടന്ന് മുന്നോട്ട് നടന്ന് ആ വീട്ടിലെ ഒഴിഞ്ഞുകിടക്കുന്ന മുറിയിലേക്ക് കയറി ഡോർ അടച്ചു കളഞ്ഞു. മാഹിറിൻ്റെ പകപ്പ് അപ്പോഴും വിട്ടുമാറുന്നില്ല. അവളുടെ പിണക്കത്തിൻ്റെ കാരണം അറിയാതെ ഉള്ളിൽ തിങ്ങിക്കൂടിയ സങ്കടം കൊണ്ട് അവനോട് പൊട്ടിത്തെറിച്ചു പോയതാണ്. അവൻ്റെ കണ്ണീർ പൊടിഞ്ഞ കണ്ണുകൾ ഓർത്തവൾ നെഞ്ചുപൊടിയുന്ന വേദനയോടെ ഡോറിലേക്ക് ചാരി പൊട്ടി കരഞ്ഞു. പിന്നെ നിലത്തേക്ക് ഊർന്നിരുന്ന് മുട്ടിലേക്ക് മുഖം പൂഴ്ത്തി. അപ്പോഴും ചങ്കി കിടന്ന് കത്തുകയാണ്. നാളുകൾ എണ്ണി ആ ഒരുവനെ മാത്രം കാത്തിരുന്ന എന്നെ മറന്ന് മറ്റൊരുത്തിയെ പ്രണയിച്ചവനല്ലേ? പ്രണയിച്ചത് മാത്രമോ? അവളോടൊപ്പം ശരീരം പോലും പങ്കുവച്ചതല്ലേ? എന്നിട്ടിപ്പോൾ സ്നേഹത്തോടെ മിണ്ടിക്കൊണ്ട് വന്നിരിക്കുക. ചതിയനാണ്. എൻ്റെ മുന്നിൽ സ്നേഹമുണ്ടെന്ന് അഭിനയിക്കുകയല്ലേ? ഈ ഇഷ്ടവും സ്നേഹമൊക്കെ സത്യമായിരുന്നെങ്കിൽ എത്ര അകലെയുണ്ടെങ്കിലും എന്നെ മറക്കാൻ കഴിയോ? ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി എന്നെയും മകളെയും മറന്ന് ഹറാമായ കനെ തേടി പോകാൻ കഴിയോ? ആളെ പ്രാണനെപ്പോലെ കണ്ട് സ്നേഹിച്ചത് കൊണ്ടല്ലേ എനിക്ക് ചുറ്റും വല വിരിച്ച കാമക്കണ്ണുകളിലൊന്നും പെടാതെ ഞാൻ ആൾക്ക് വേണ്ടി എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ചീത്തയാക്കാതെ ആൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചത്. അവന് വേണ്ടി സങ്കടപ്പെടുന്ന ഹൃദയത്തോടവൾ വാദിച്ചു. കരഞ്ഞു ഉള്ളിലെ ഭാരം ഒട്ടൊന്ന് അടങ്ങിയെന്ന് തോന്നിയപ്പോഴാണ് സുറുമി പുറത്തേക്ക് വന്നത്. കുഞ്ഞിനെ ഉണർത്താൻ റൂമിലേക്ക് ചെന്നപ്പോൾ മാഹിറിനെ അവിടെയൊന്നും കണ്ടില്ല. ഹാലമോൾ അപ്പോഴും നല്ല ഉറക്കത്തിലാണ്. എത്ര ദേഷ്യത്തിലാണെങ്കിലും സുറുമിയുടെ കണ്ണുകൾ അവനെ തിരഞ്ഞു. പോയോ? ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ അവൻ്റെ ചെരിപ്പും അവിടെയൊന്നും കണ്ടില്ല. പോയി കാണും. തൻ്റെ വാക്കുകൾ അത്രമേൽ മുറിവേൽപ്പിച്ചുണ്ടാവുമെന്ന് ഉറപ്പാണ്. വേദനിക്കട്ടെ. അതിനിരട്ടി വേദന ഞാനും അനുഭവിക്കുന്നില്ലേ?
അങ്ങനെയൊക്കെ ചിന്തിച്ച് മനസ്സിനെ കല്ലാക്കി മാറ്റാൻ ശ്രമിച്ചവൾ അടുക്കളയിലേക്ക് പോന്നിരുന്നു. ഹാളിൽ നിന്ന് ആനിമ അവളെ കാണുന്നുണ്ടായിരുന്നു. അവളുടെ കരഞ്ഞു വിങ്ങിയ മുഖം അവളുടെ ഉള്ളിൽ വല്ലാതെ സന്തോഷമുണ്ടാക്കി. കുഞ്ഞു എഴുന്നേറ്റ് വരുമ്പോഴും സുറുമി ചായയും പലഹാരവും ഉണ്ടാക്കി. അവൾ എഴുന്നേറ്റ് വന്നപ്പോൾ അവൾക്ക് ചായ കൊടുത്തു. ഉപ്പ എവിടെയെന്ന് കുഞ്ഞ് ചോദിച്ചപ്പോൾ ഉപ്പ പുറത്ത് പോയേക്കുവാണെന്ന് പറഞ്ഞ് പതിയെ അവളിൽ നിന്നും ഒഴിഞ്ഞു മാറി. അല്ലെങ്കിൽ അവൾ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കും. ഉമ്മ കരഞ്ഞതിൻ്റെ കാരണം അറിയേണ്ടി വരും അവൾക്ക്. സീജയും മാനുമ്മയും ലബീബയുമൊക്കെ സുറുമയെ അവൾ പോലും അറിയാതെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവരുടെ ഉള്ളുകൊണ്ട് പിണക്കം ആസ്വദിച്ചു കൊണ്ടിരുന്നു. വൈകുന്നേരം കുഞ്ഞിനെ ഒന്ന് മേല് കുളിപ്പിച്ച് പഠിക്കാനിരുത്തി സുറുമി. റൂമിലെ ജനാലയുടെ കർട്ടൻ നീക്കി അല്പം തുറന്നിട്ടത് തന്നെ മാഹിർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. മാഹിറിനെ മാത്രം കണ്ടില്ല. രാത്രിയായി തുടങ്ങിയപ്പോൾ എന്തോ ഒരു ഭയം ഉള്ളിൽ കൂടി വന്നു. ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയതാണ്. അവൻ എവിടെയാവും? എത്ര വേണ്ടെന്ന് വച്ചിട്ടും അവൾക്കുള്ളിലെ ഹൃദയം അവനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വേവലാതിപ്പെട്ടു. എന്താടോ, നിന്റെ മുഖത്തിന് തീരെ വോൾട്ടേജ് ഇല്ലല്ലോ ഇന്ന്. വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? താൻ പറയുന്നതിനൊക്കെ വെറുതെ അലസമായി മൂളിക്കൊണ്ടിരിക്കുന്നവനോട് ആദിൽ തിരക്കി. മാഹിർ ഒന്നും മിണ്ടിയില്ല. നിന്റെ ഉമ്മയും പെങ്ങന്മാരും വല്ലതും പറഞ്ഞത് കൊണ്ടാണോ നീ ഇങ്ങനെ? നിർത്തിയിട്ട ഓട്ടോയുടെ പുറകിലെ സീറ്റിൽ ഇരിക്കുന്നവൻ്റെ മുഖത്തേക്ക് ആദിൽ സൂക്ഷിച്ചു നോക്കി. ഉമ്മയും പെങ്ങന്മാരും പറഞ്ഞാൽ പോട്ടെ എന്ന് വെക്കാം. ഇത് അതൊന്നല്ല. ഇന്നലെ പുറത്തു പോയി വന്നതിൽ പിന്നെ സുറുമിക്ക് ആകെ ഒരു മാറ്റം. എന്തോ ഒരു ബാധ കയറിയത് പോലെയാണ് പെണ്ണിൻ്റെ പെരുമാറ്റം. അതിൻ്റെ കാരണം എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ആദി. മാഹിർ തൻ്റെ ഉള്ളിൽ വീർപ്പ് മുട്ടുന്ന കാര്യം ആദിലിനോട് തുറന്നു പറഞ്ഞു. നിനക്ക് ചോദിച്ചൂടായിരുന്നോ? ഞാൻ ചോദിച്ചതാ. വാ തുറന്നു പറഞ്ഞാലല്ലേ എന്തെങ്കിലും അറിയൂ. പെണ്ണുങ്ങളുടെ കാര്യം ചിലപ്പോൾ അങ്ങനെയൊക്കെയാ. ഇന്നലെ പുറത്തു പോയപ്പോൾ നിന്റെ ഭാഗത്ത് നിന്നും നിസ്സാരമായ വല്ല കുറ്റവും ഉണ്ടായിട്ടുണ്ടാവും. കുഞ്ഞു കാര്യം മതി, അതവർ ഊതിപ്പരിപ്പിച്ച് ആനക്കാരിയാക്കി നെഞ്ചത്ത് വെക്കും. എന്നിട്ട് മുഖവും കയറ്റി പിടിച്ചങ്ങനെ നടക്കും. കാര്യം എന്താണെന്ന് പറയില്ല. ഇനി വല്ലതും അങ്ങോട്ട് ചോദിച്ചാലോ കുറവിച്ച് മനുഷ്യൻ്റെ തലയിൽ കയറാൻ വരും. എന്നോ കഴിഞ്ഞു പോയ നമ്മൾ മറന്ന മണ്ണിട്ട കാര്യങ്ങൾ വരെ കുത്തിപ്പൊക്കി വന്ന് എണ്ണി നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കും. ആദിൽ പറയുന്നത് കേട്ട് മാഹിർ കണ്ണും മിഴിച്ചും അവനെ നോക്കി. പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ സുറുമി അവൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പെണ്ണ് കെട്ടാത്ത നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാടാ? ഇതൊക്കെ അറിയാനേ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല മാഹി. എൻ്റെ വീട്ടിലുണ്ടല്ലോ 2-3 ഇതുങ്ങളെല്ലാം ഒരുപോലെയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ സ്നേഹം കൊണ്ട് നമ്മളെ തോൽപ്പിച്ച് കളയും. ആദിൽ ചിരിച്ചു. എന്നാലുംടാ, സുറുമി അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതിപ്പോൾ ദഹിക്കാത്തതെന്തോ അവൾക്കുള്ളിലുണ്ട്, എനിക്കുറപ്പാ. മാഹിർ എന്തോ ആലോചനയോടെ പറഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിച്ച് അവരവരുടെ റൂമിലേക്ക് പോയി. സുറുമി കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് അവളെ ഉറക്കാനായി റൂമിലേക്ക് വന്നു. അപ്പോഴും മാഹിർ വീടെത്തിയിട്ടില്ല. അവനെ ഒന്ന് വിളിച്ചു നോക്കാൻ പലവട്ടം ഫോൺ കയ്യിലെടുത്തെങ്കിലും മനസ്സ് തടഞ്ഞു. ഉമ്മി, ഉപ്പച്ചി ഇതുവരെ വന്നില്ലല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കിയാലോ? കുഞ്ഞു ചോദിച്ചപ്പോൾ തല എനിക്ക് സമ്മതം കൊടുത്തു. അവളുടെ ഉപ്പാൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്യാനൊക്കെ അവൾക്കറിയാം. സ്പീക്കറിൽ ഇടന്ന് സുറുമി ആംഗ്യം കാണിച്ചു. ഹലോ, ഉപ്പച്ചി എവിടെയാ? സുറുമിയും കുഞ്ഞിനോട് ചേർന്നിരുന്ന് കാതോർത്തു. ഞാൻ ആദിൽ മാമൻ്റെ കൂടെയാണ്. കുറച്ച് കഴിഞ്ഞ് വരാട്ടോ. മോൾക്ക് ഉറക്കം വന്നെങ്കിൽ ഉറങ്ങിക്കോ. ശരി ഉപ്പ എന്നും പറഞ്ഞവൾ കോൾ കട്ട് ചെയ്ത് ഫോൺ സുറുമിയുടെ കയ്യിലേക്ക് കൊടുത്തു. സുറുമി ദീർഘമായൊന്ന് നിശ്വസിച്ചു. പിന്നെയും കാത്തിരുന്നു. ഒടുവിൽ അവന് കഴിക്കാനുള്ള ഭക്ഷണം വിളമ്പി ഡൈനിങ് ടേബിളിന് മുകളിൽ കൊണ്ടുവന്ന് അടച്ചു വെച്ചു സുറുമി വന്ന് കിടന്നു. മാഹിർ വന്ന് കയറുമ്പോൾ 11 മണിയായിരുന്നു. കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ സുറുമി ഡോർ തുറക്കാൻ വേണ്ടി ഹാളിലേക്ക് നടന്നു. അവൾ എത്തും മുമ്പേ ലബീബ് വന്ന് ഡോർ തുറന്നിരുന്നു. ലബീബയെ കണ്ട് സുറുമിയുടെയും മാഹിറിൻ്റെയും മുഖം ഒരുപോലെ ചുളിഞ്ഞു. ഓ, നീയായിരുന്നോ? ഞാൻ കരുതി സെക്കീർക്ക് വന്നതാണെന്ന്. ഈ മനുഷ്യനിത് എവിടെ പോയി കിടക്കാനാവോ? വിളിച്ചിട്ടും കോൾ എടുക്കാതെ. മാഹിറിനെ കണ്ടതും ലബീബയുടെ മുഖമൊന്ന് കോടിയെങ്കിലും അതേ നിമിഷം തന്നെ ഈ നേരം വരെ വീടെത്താത്ത തൻ്റെ ഭർത്താവിനെക്കുറിച്ചുള്ള ആശങ്കയും ആ മുഖത്ത് തെളിഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. അസ്സലാമു അലൈക്കും.